നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം രാജയോഗത്തിലേക്ക് കടക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യനേട്ടങ്ങളാണ് കൈവരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 2024 ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ രാജയോഗം ആരംഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. സകല ദോഷങ്ങളും മാറി അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. സാമ്പത്തിക ഉന്നമനം പ്രധാനമായി പറയുന്നുണ്ട്. ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഭാഗ്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രമാണ് ആദ്യം പറയുന്നത്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന നക്ഷത്രമാണ്. ഇവർക്ക് വരുമാനം വർദ്ധിക്കും. ദുരിതവും ദുഃഖവും ഇവർക്ക് അവസാനിക്കും. വിദേശ യോഗം ഉണ്ടാകുന്നു. വസ്തുവകകൾ വാങ്ങും. ധാരാളം ആഗ്രഹിച്ച അവസരങ്ങൾ ഉണ്ടാകും. ഭാഗ്യം വന്നു ചേരും. മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ്. കടങ്ങൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കുന്നതാണ്. നല്ല ആരോഗ്യം ഉണ്ടാകുന്നതാണ്. അടുത്തത് കാർത്തികയാണ്. ഇവർക്ക് സമ്പത്തും ആയുസ്സും ആരോഗ്യവും മാംഗല്യഭാഗ്യവും ഉണ്ടാകും. പ്രശസ്തി നേടാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. വസ്തുവകകൾ വാങ്ങാൻ സാധിക്കും. സന്താന ഭാഗ്യവും പങ്കാളി ഭാഗ്യവും ഇവർക്ക് ഉണ്ടാകും. ഭാഗ്യക്കുറി അടിക്കാൻ വരെ സാധ്യത കാണുന്നു. ഭാഗ്യ സ്ഥാനത്ത് വ്യാഴം വരുന്നതിനാൽ മരണം വരെ മാറി നിൽക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ടാണ് വരുന്നത്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നേരിടാൻ സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണിക്ക് സൗഭാഗ്യ സമ്പത്തിൻ്റെ കാലഘട്ടമാണ്. ഗ്രഹദോഷം അകലും. വിദേശത്ത് പോകാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ശുക്രൻ ഉച്ചയിലെത്തുന്ന നക്ഷത്രക്കാരിൽ മുന്നിൽ നിൽക്കുന്ന രോഹിണിക്കാർക്ക് പ്രശസ്തിയും പദവിയും ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം സൃഷ്ടിക്കുന്നതാണ്. അടുത്തത് മകയിരം. ഇവർക്ക് ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകും. ശത്രുദോഷം മാറിക്കിട്ടും. ധനപരമായ ഉയർച്ച ഉണ്ടാകും. ജീവിതത്തിലെ കഷ്ടത മാറി ഉയർച്ചയിലെത്തുന്നതാണ്. ഇവർക്ക് ഭഗവതിയുടെ അനുഗ്രഹം കിട്ടുന്നതാണ്. ധനപരമായ മുന്നേറ്റമുണ്ടാകും. കുടുംബപരമായും നല്ല നേട്ടമാണ് കാണുന്നത്. പ്രതിസന്ധികൾ മറികടക്കാനും സമ്മർദ്ദം ഇല്ലാതെയും നടക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് പുണർദം. ഇവർക്ക് വസ്തുവകകൾ വാങ്ങാൻ സാധിക്കും. ധനം വന്നു ചേരാൻ യോഗമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ സ്വന്തം നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് സാധിക്കുന്നതാണ്. ജീവിതത്തിലെ കഷ്ടതകൾ മാറിക്കിട്ടും. നേട്ടമുണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാവും. സാമ്പത്തിക ലാഭമുണ്ടാവും. വസ്തുവകകൾ വന്നു ചേരും. ദാമ്പത്യത്തിനും നല്ല സമയം കണ്ടെത്തി ഭാഗ്യത്തിലേക്ക് ഇവർ കടക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രം. ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ്. ജീവിതത്തിലെ ക്ലേശം മാറി സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും. പ്രശസ്തിയും പദവിയും ലഭിക്കും. കൂടുതൽ സന്തോഷമുണ്ടാകും. ദോഷങ്ങൾ മാറി നേട്ടങ്ങൾ കൈവരും. അടുത്തത് ഉത്ര നക്ഷത്രം. ഇവർക്ക് സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി മുന്നേറാൻ സാധിക്കും. ധനപരമായ നേട്ടമുണ്ടാകും. തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും. ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയമാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. തടസ്സങ്ങൾ മാറുന്ന സമയമാണ്. വിദേശവാസ യോഗമുണ്ടാകും. പണങ്ങൾ സൂക്ഷിച്ച് ചെലവാക്കുക. വസ്തുവകകൾ വാങ്ങും. ആഗ്രഹിച്ചത് വാങ്ങും. വലിയ രീതിയിൽ ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന നക്ഷത്രമാണ്. ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഓഗസ്റ്റ് മാസത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉള്ളത്. പുതിയ ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം.